ശ്യാമേ, ഈ കഠിനംകുളം സ്വദേശി ആതിര അതിദാരുണമായി കൊല്ലപ്പെട്ടു. കൊലപ്പെടുത്തിയ പ്രതി ദളവാപുരം സ്വദേശി ജോൺസൺ ഔസേപ്പ് പിടിയിലാണ്. ഈ ജോൺസൺ ഔസേപ്പ് ആതിരയെ കൊലപ്പെടുത്തിയ രീതി ഓരോ കൊലപാതകികളും കൊലപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് പോലീസിനോട് വെളിപ്പെടുത്താറുണ്ട്. പക്ഷെ നമ്മളെ ഞെട്ടിക്കുന്നതാണ് ജോൺസൺ ഔസേപ്പ് പറഞ്ഞിരിക്കുന്ന മൊഴി. ആതിരയെ അതിദാരുണമായി കൊന്നിരിക്കുന്നു, അതെങ്ങനെയാണെന്നുള്ളത് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നേരത്തെ തന്നെ കണ്ടുപിടിച്ച കാര്യമാണ്. കൊലപാതകത്തിൻ്റെ മുമ്പ്, അതായത് ഈ ആതിര മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്തി. ആ ഒരു ശ്രവമൊക്കെ ശേഖരിച്ച് പോലീസ് ഫോറൻസിക് രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇവനുമായി മാച്ച് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ തെളിവാകും. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ചോദ്യത്തിലാണ് ഇവന് കൊലപാതകം നടത്തി എന്നുള്ള കുറ്റസമ്മതം ഉണ്ടായി. പോലീസിനോട് സമ്മതിച്ചു. ആദ്യം ഇത് സമ്മതിച്ചത് എ നിസ എന്ന് പറയുന്ന JFM 1 ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 1 ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് എ നിസയോടാണ് ഇത് സംബന്ധിച്ചത്. ഏറ്റുമാനൂർ മജിസ്ട്രേറ്റാണ്. അവർ വന്ന് മൊഴിയെടുത്തു. അതായത് ഇത്രയും തീവ്ര പരിചരണ വിഭാഗത്തിൽ കിടക്കുന്നത് കൊണ്ട് മൊഴിയെടുക്കേണ്ട ആവശ്യം മജിസ്ട്രേറ്റ് നേരിട്ടെത്തി എടുക്കാറുണ്ടല്ലോ. അത് കുറ്റവാളിയാണെങ്കിലും ഇരയാണെങ്കിലും രണ്ടുപേരുടെയും മൊഴി തീവ്ര പരിചരണ വിഭാഗത്തിൽ കിടക്കുകയാണെങ്കിൽ അതെ അങ്ങനെ കിടക്കുമ്പോൾ എടുക്കാറുണ്ട്. അപ്പോൾ ആദ്യം ഇത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോട്, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനോട് കൊലപാതകത്തിൽ അവൻ കുറ്റസമ്മതം നടത്തി, ഞാനാണ് കൊന്നത്, എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോൾ കൊന്നു എന്നുള്ള കാര്യം പറഞ്ഞു. രണ്ടാമത് കഠിനംകുളം പോലീസ് ഇവൻ്റെ മൊഴിയെടുക്കാൻ ഡോക്ടറുടെ സമ്മതത്തോടു കൂടി ആശുപത്രിയിൽ ശ്രമം നടത്തി. ഡോക്ടറെ മൊഴിയെടുക്കാൻ പോലീസിന് അനുവാദം കൊടുത്തു. അപ്പോൾ പോലീസിന് അനുവാദം കൊടുത്തപ്പോൾ പോലീസിനോടും ഇവൻ്റെ കുറ്റസമ്മതം നടത്തി. അതിരെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം എനിക്കുണ്ടായിരുന്നു, എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയായിരുന്നു. കുറേ നാളായിട്ട് ഞങ്ങൾ തമ്മിൽ 1 വർഷത്തിൽ കൂടുതലായിട്ടുള്ള ബന്ധമുണ്ട്. എല്ലാ മാസവും ഇതുപോലെ ഇപ്പോൾ താമസിച്ചിരുന്ന പെരുമാതുറ തുടങ്ങിയ സ്ഥലങ്ങളിൽ, അതായത് കഠിനംകുളത്തിന് അടുത്തുള്ള സ്ഥലങ്ങളിൽ വന്ന് താമസിക്കുകയും ഈ രാജീവ് എന്ന് പറയുന്ന പൂജാരി വീട്ടിൽ നിന്നും പുറത്തു പോയി കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് താൻ പോകാറുണ്ടെന്നും തങ്ങൾ ഒരുമിച്ച് അവിടെ പ്രണയസല്ലാപം നടത്താറുണ്ടെന്നും രാജീവ് വരുന്നതിന് മുമ്പ് ഞാൻ തിരികെ പോകാറുണ്ടെന്നുമൊക്കെയുള്ള മൊഴി ഇവൻ പോലീസിനോട് സമ്മതിച്ചു. അപ്പോഴാണ് പോലീസ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്തിട്ട് കൊടുത്തത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ പോലീസ് എടുത്തിട്ടു. അതായത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അത് നീയുമായിട്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ ഇവൻ വന്നത് മുതലുള്ള കഥ പോലീസിനോട് സമ്മതിച്ചു. ഇവൻ ഈ കുട്ടി പോകുന്നത് വരെ രാവിലെ 7 മണിക്ക് ലോഡ്ജിൽ നിന്നും ഇറങ്ങുന്ന ഇവൻ കാൽനടയായി കഠിനംകുളത്ത് എത്തുകയായിരുന്നു. കഠിനംകുളത്ത് എത്തിയ ഇവൻ ഈ വീടിൻ്റെ പരിസരത്ത് ചുറ്റിത്തിരിഞ്ഞ് നടന്നപ്പോൾ ഈ കുട്ടിയുമായി ഈ ആതിര ബസ് കയറാൻ എത്തുന്നത് ഇവൻ കണ്ടു. ബസ് കയറ്റി വിടാൻ എത്തുന്നത് ഇവൻ കണ്ടു. തുടർന്ന് ഈ കുട്ടിയെ ആതിര ബസ് കയറ്റി വിട്ടതിനും തൊട്ട് പിന്നാലെ തന്നെ ഇവൻ സൈഡിലൂടെ ഈ വീടിൻ്റെ അകത്ത് കടന്നപ്പോൾ ആതിര സാധാരണ വരുന്ന രീതിയിൽ ആണ് എന്നുള്ളൊരു ധാരണയിൽ ഇവനെ സ്വീകരിച്ചിരുത്തി. അപ്പോൾ ഇവനൊരു ചായ വേണം എന്ന് പറഞ്ഞു. ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ ചായ ഇടുന്നതിന് വേണ്ടി കിച്ചണിലേക്ക് പോയി. കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് ഇവൻ്റെ കയ്യിൽ ഒളിപ്പിച്ചിരുന്ന കത്തി ബെഡ്റൂമിലേക്ക്, അതായത് ആതിര കിടക്കുന്ന ബെഡ്റൂമിലേക്ക് വരികയും അതിലെ മെത്തയ്ക്ക് അടിയും ഈ കത്തി ഒളിപ്പിച്ച് വയ്ക്കുകയും ചെയ്തു. ഒളിപ്പിച്ച് വച്ച ശേഷം പിന്നീട് ഈ ചായ കൊണ്ടുവരുന്ന ആതിരയെ ഇവൻ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കുകയും ഇവർ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുകയും ചെയ്തു. ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നതിനിടെ, അതായത് ഇതൊക്കെ ഒരു 10-15 മിനിറ്റിനിടെ സംഭവിക്കുന്ന കാര്യമാണ്. ലൈംഗിക വീഴ്ചയിൽ ഇതിന് നടക്കുന്നതിനിടയിൽ ഇവൻ മെത്തയുടെ അടിയിൽ ആതിര ശ്രദ്ധിക്കാതെ കത്തിയെടുക്കുകയും ഉടൻ പൊത്തിപ്പിടിച്ച് കഴുത്തിലേക്ക് കുത്തുകയുമായിരുന്നു. തുടർന്ന് കഴുത്തറുത്തു. അതാണ് ഈ ശബ്ദം പുറത്തേക്ക് വരാതിരുന്നത്. പൊത്തിപ്പിടിച്ച് കളഞ്ഞു. തുടർന്ന് മരണം സംഭവിച്ചു. അവിടെ രക്തമാകെ ചീന്തിക്കിടപ്പുണ്ടായിരുന്നു. അവിടെ ഇട്ട് കൊലപാതകം നടത്തിയ ശേഷം ഇവൻ നേരെ ഇവൻ്റെ ഷർട്ട് മുഴുവൻ ബ്ലഡായി. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ നേരെ ഈ പൂജാരിയായിട്ടുള്ള രാജീവിൻ്റെ ഷർട്ട് എടുത്ത് ധരിച്ചു. അതിന് മുമ്പ് തന്നെ ഈ വീട്ടിൽ വന്നപ്പോൾ തന്നെ വാഹനത്തിൻ്റെ താക്കോൽ വിട്ടിരിക്കുന്നതെന്ന് ഇവൻ കണ്ടുപിടിച്ചായിരുന്നു. അതായത് ആതിരയുടെ ആതിരയുടെ ഈ വാഹനത്തിൻ്റെ താക്കോൽ വിട്ടിരിക്കുന്നെന്നുള്ള ആദ്യമേ ഇവൻ ശ്രദ്ധിച്ചു. അതിവൻ പോക്കറ്റിലാക്കിയിരുന്നു. ആദ്യമേ തന്നെ പോക്കറ്റിലാക്കി. ഇതിന് ശേഷമാണ് ഈ കൊലപാതകം നടത്തി ഏകദേശം 9 മണിക്ക് തൊട്ട് മുമ്പാണ് ഇവൻ അതിനുള്ളിൽ കയറുകയും
9:15 കൊലപാതകം നടക്കുകയും ചെയ്തു. അതിനുശേഷം 9:30 കൊലപാതകം മരണം ഉറപ്പിച്ച ശേഷം രാജീവിൻ്റെ ഷർട്ടും എടുത്തിട്ട് പുറത്തിറങ്ങുന്ന ഇവൻ ഈ വാഹനവും എടുത്ത് നേരെ പോകുന്നത് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടറിന് സമീപം ഈ വാഹനം ഉപേക്ഷിച്ച ഇവൻ നേരെ കോട്ടയത്തിനാണ് ട്രെയിൻ കയറിയത്. കോട്ടയത്തിന് ട്രെയിൻ കയറിയ ഇവൻ ചങ്ങനാശ്ശേരിക്ക് ചങ്ങനാശ്ശേരിയിൽ ഇറങ്ങി ചങ്ങനാശ്ശേരിയിൽ നിന്നും കുറിച്ചിക്ക് പോയി. കുറിച്ചിയിലെ വീട്ടിലേക്ക്. ഇതൊക്കെ ഒരു ദിവസത്തിന് ഇപ്പുറം നടക്കുന്ന കാര്യമാണ്. അവൻ കഴിഞ്ഞ ദിവസം കുറിച്ചിയിലെത്തി ശേഷം 3:15 വൈകിട്ട് 3:15 കുറിച്ചിയിലെ ഇവൻ ജോലി ചെയ്തിരുന്ന ഹോം നേഴ്സായിട്ട് ജോലി ചെയ്തത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. അപ്പോൾ അവിടെ ഒരു വൃദ്ധനായ മനുഷ്യൻ കാലൊടിഞ്ഞ് കിടപ്പിലാണ്. അയാളെ പരിചരിക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തിൽ കഴിഞ്ഞ ഡിസംബർ 8-ാം തീയതിയാണ് ഇവൻ ആ വീട്ടിൽ എത്തിയത്. അവിടെ വീട്ടുടമ ഒരു രമ്യ രാധാകൃഷ്ണനാണ്. ആ രമ്യ രാധാകൃഷ്ണൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ഈ കാലൊടിഞ്ഞ രമ്യ രാധാകൃഷ്ണൻ്റെ പിതാവും സമീപവാസിയായിട്ടുള്ള ഒരു അയൽക്കാരി, ഈ രോഗിയായിട്ടുള്ള ഈ മനുഷ്യനെ കാണാൻ വന്ന അയൽക്കാരി അവിടെ ഈ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൻ അവിടേക്ക് കയറി ചെന്നപ്പോൾ ഇവൻ അവരോട് ചോദിച്ചു, ഈ പിതാവിനോടും അവിടെ ഇരുന്ന ആൻറ്റിയോടും അവിടെ ഇരുന്ന അയൽക്കാരിയായിട്ടുള്ള സ്ത്രീയോടും ചോദിച്ചു, എന്നെക്കുറിച്ചാണോ നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചു. അതായത് ഇവന് സംശയമുണ്ടായിരുന്നു, ഇവനെക്കുറിച്ചാണോ പറയുന്നതെന്ന്. അപ്പം അവരിങ്ങനെ അല്ല എന്ന് പറഞ്ഞു. തുടർന്ന് ഇവൻ വീടിനുള്ളിലേക്ക് പോവുകയും സ്വയം ഭക്ഷണം എടുത്ത് കഴിക്കുകയും ചെയ്തു. ഈ സമയത്താണ് ഈ പിതാവ് വിളിച്ചിട്ട് ഈ രമ്യയോട് പറഞ്ഞു, എന്നെ നോക്കുന്ന ആൾ വന്നിട്ടുണ്ടെന്ന്. എന്നാൽ രാവിലെ മുതൽ ഇവർ ഇത് സംസാരിക്കുന്നുണ്ട്. ഇവൻ്റെ ചിത്രം കണ്ടത് മുതൽ ഇവർ സംസാരിക്കുകയാണ്, ഇവനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിതാവ് വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ നോക്കുന്ന ആൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രമ്യ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് ഇയാളെ ഉറപ്പിച്ച ശേഷം തൊട്ടടുത്തുള്ള വാർഡ് മെമ്പറോട് പോയി പറഞ്ഞു, ഇയാൾ വന്നിട്ടുണ്ട്, ഇയാൾ ഇന്ന കേസിലെ പ്രതിയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഇതിനുശേഷം ഇവൻ്റെ ഡ്രസ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഈ ഡ്രസ്സും എടുത്ത് ഇവൻ പുറത്തിറങ്ങി ഈ വീടിന് മുകളിലേക്കുള്ള റോഡാണ്. ആ റോഡിലേക്ക് നടക്കുന്നതിനിടയിൽ ചിങ്ങവനം പോലീസിനെയാണ് ഈ വാർഡ് മെമ്പർ അറിയിച്ചത്. മെമ്പർ അറിയിച്ച പ്രകാരം ചിങ്ങവനം പോലീസ് ഇവൻ നടന്നു വരാൻ സാധ്യതയുള്ള വഴിയിൽ ബ്ലോക്ക് ചെയ്ത് മഫ്തിയിൽ നിന്ന പോലീസ് ഉദ്യോഗസ്ഥർ വിവരം പറഞ്ഞ് ഇവനോട് കയറാൻ പറഞ്ഞു. പിന്നെ ജീപ്പിനുള്ളിലേക്ക് കയറി കൊണ്ടുപോയിക്കൊണ്ടിരിക്കവേ ചിങ്ങവനത്ത് കൊണ്ടുവന്ന് സ്റ്റേഷനിൽ കൊണ്ടുവന്ന ശേഷം അതിനുള്ളിൽ തന്നെ കഠിനംകുളം പോലീസിനെ അവരെ അറിയിച്ചിരുന്നു. കഠിനംകുളം പോലീസിനോട് തിരിക്കാൻ പറഞ്ഞായിരുന്നു ഇവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അവരങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ വിഷം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. തുടർന്നുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ആശുപത്രി കൺഫേം ചെയ്ത് ഇവൻ്റെ ശരീരത്തിനുള്ളിൽ വിഷമുണ്ട് എന്നുള്ളത്. അപ്പോഴത്തേക്ക് ഇവയെ ഒമിറ്റ് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുചെന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇവനെ നേരെ ICUലേക്ക്, ആദ്യത്തെ ഒബ്സർവേഷന് ശേഷം ICUലേക്ക് മാറ്റി. അങ്ങനെയാണ് മജിസ്ട്രേറ്റ് എത്തുകയും ഈ മൊഴി രേഖപ്പെടുത്തുകയും പിന്നാലെ കഠിനംകുളം പോലീസ് എത്തി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത്. അപ്പോൾ ഇവൻ പറയുന്ന പ്രകാരം ഇവരെല്ലാ മാസവും കഴിഞ്ഞ 1.5 വർഷക്കാലത്തിനിടയിൽ എല്ലാ മാസവും ഇവൻ ഈ കഠിനംകുളത്ത് എത്താറുണ്ടായിരുന്നു. ഇത് രാജീവിനും ഏകദേശം അറിയാമായിരുന്നു. പക്ഷേ ഈ രാജീവ് ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഇത് അറിയുന്നത്. അതോടുകൂടി ഭാര്യയെ വിലക്കാൻ തുടങ്ങി. ഭാര്യയോട് സാമൂഹികമായിട്ടുള്ള പദവി, പൊതു സമൂഹത്തിൻ്റെ മുന്നിൽ തൻ്റെ പദവിയെയും തന്നോടുള്ള ബഹുമാനത്തെക്കുറിച്ചൊക്കെ പറയുകയും അത് വൈകാരികമായി അയാൾ ഭാര്യയോട് സംസാരിക്കുകയും ചെയ്തു. അയാളുടെ വേദനാപൂർവ്വം സംസാരിച്ചതോടുകൂടി ഭാര്യയ്ക്ക് ഈ ബന്ധത്തിൽ ആദ്യഘട്ടത്തിലൊക്കെ ഈ ആതിര ഇറങ്ങി വരാമെന്നുള്ള ഒരു സമ്മതം ഇവന് കൊടുത്തിരുന്നു. ഇവനാണെങ്കിൽ 5 വർഷമായി ഭാര്യയുമായി വേർപിരിഞ്ഞ് കഴിയുന്ന ഒരാളാണ്. അപ്പോൾ വേർപിരിഞ്ഞ് കഴിയുന്ന ഒരാളെന്ന നിലയിൽ ഇവനൊരു ജീവിതം ഇവൻ പ്രതീക്ഷിച്ചു ഈ ആതിരയിലൂടെ. അപ്പോൾ ആതിര നിരന്തരം ഇവന് പണം നൽകുകയും ഇവൻ്റെ കൂടെ വരാമെന്ന് സമ്മതിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആതിര ഭർത്താവിൻ്റെ ഇത്തരത്തിലുള്ള സംസാരവും പെരുമാറ്റ രീതികളും ഭർത്താവിൻ്റെയും, അതായത് ഭർത്താവ് കുഞ്ഞിനോട് കൂടുതൽ അടുക്കുകയും ഭാര്യയെ ഒഴിവാക്കി, അതായത് മാറ്റി നിർത്തുകയും ആ വീട്ടിൽ ആതിര ഉണ്ട് എന്ന് പോലും ഒരു പരിഗണന കൊടുക്കാതെ ഭർത്താവിൻ്റെ പെരുമാറ്റമായതോടുകൂടി ഈ ഭാര്യയ്ക്ക്, അതായത് ഇത്രയും കാലം തന്നെ ജീവന് തുല്യം സ്നേഹിച്ച ഭർത്താവ് താൻ ചെയ്യുന്ന പ്രവൃത്തി മൂലം തന്നിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളതായപ്പോൾ ഭാര്യയ്ക്ക് ആ വേദന തോന്നി തുടങ്ങി. അപ്പോൾ ഈ കുടുംബജീവിതം ഉപേക്ഷിക്കേണ്ട എന്ന് ആതിര തീരുമാനിച്ചതോടുകൂടി ഇവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു. അതായത് നമുക്ക് ഈ ബന്ധം രഹസ്യമായി തുടരാം, പക്ഷേ എനിക്ക് ഇറങ്ങി വരാൻ ജീവിക്കാൻ താല്പര്യമില്ല, പറ്റില്ല എന്നുള്ളത്, ഈ കുടുംബജീവിതം തകർക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളത്. മാത്രമല്ല ഇവൻ പല ദിവസങ്ങളിലും കാണണം എന്ന് ആവശ്യപ്പെടുമ്പോൾ
ഈ സ്ത്രീ അത് വിലക്കി തുടങ്ങി. അങ്ങനെയാണ് ഈ സ്ത്രീ പോലും അറിയാതെ ഇവൻ പെരുമാതുറയിൽ എത്തിയത്. ഇവരെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പെരുമാതുറയിൽ എത്തിയത്. പക്ഷേ വന്ന 5 ദിവസവും ഇവൻ വീട്ടിലേക്ക് വരാൻ ഈ സ്ത്രീ സമ്മതിച്ചില്ല. ഓരോ കാരണങ്ങൾ പറഞ്ഞ് ബന്ധുക്കളുണ്ട്, അയൽക്കാർ വന്നിട്ടുണ്ട്, അത് അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഭർത്താവ് തിരിച്ചു വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള കാരണങ്ങൾ പറഞ്ഞ് ഇവനെ പരമാവധി ഒഴിവാക്കി. അതുകൊണ്ടാണ് 4 ദിവസങ്ങൾ ആ സ്ത്രീക്ക് പിന്നെയും ജീവിക്കാൻ സാധിച്ചത്. അല്ലായിരുന്നെങ്കിൽ ഇത് മുമ്പ് 4ാമത്തെ ദിവസത്തിന് മുമ്പ് തന്നെ 4 ദിവസം മുമ്പ് തന്നെ ഈ കൊലപാതകം നടക്കേണ്ടതായിരുന്നു. ഒടുവിൽ 5ാമത്തെ ദിവസം ഇവൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആതിരയുടെ സമ്മതമില്ലാതെ തന്നെ ചാടിക്കിടന്ന് വീട്ടിൽ ചെന്നു. പിന്നെ ആ സ്ത്രീക്ക് രക്ഷയില്ല എന്നുള്ള ഒരു രീതിയായി. പക്ഷേ കൊലപ്പെടുത്തും എന്നുള്ള ഒരു ചിന്ത ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇവന് ചായ എടുക്കാനും ഒക്കെ തയ്യാറായത്. ഇവനൊരു വളരെ കാമാൻ ക്വയറ്റായിട്ടുള്ള ആളാണെന്നാണ് ഇവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും പറയുന്നത്. നേരത്തെയും ഒരു ഏജൻസി വഴി ഇവൻ നിരവധി വീടുകളിൽ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ വീടുകളിലെല്ലാം തന്നെ ശാന്ത സ്വഭാവമുള്ള ഒരാളായിട്ടാണ് ഇവൻ്റെ പ്രകടനം. ഇവൻ്റെ ഉള്ളിലെ യഥാർത്ഥ ക്രിമിനൽ അതുവരെ പുറത്തു വന്നിരുന്നില്ല. ഇതിൻ്റെ ഏറ്റവും ഭയങ്കര പ്രശ്നമെന്ന് പറയുന്നത്, ഒരു ക്രൂരമായ കൊലപാതകം സംഭവിക്കണമെങ്കിൽ ഏറ്റവും ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ സംഭവിക്കാറുള്ളത്, അത് വിദഗ്ധരുടെ അഭിപ്രായമാണ്, സെക്ഷൽ ജലസി എന്ന് പറയുന്നത് അതിക്രൂരമായിട്ടുള്ള കൊലപാതകത്തിൻ്റെ കാരണമായി മാറും. അത് നമ്മൾ ഈ പ്രേക്ഷകരോടും കൂടി പറഞ്ഞു കൊടുക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ ചെന്ന് പെടുമ്പോൾ ആലോചിക്കേണ്ട ഒരു സാധനം, ഒരാൾക്ക് വൈകാരികമായ ഒരു സ്ത്രീയോട് ആകർഷണം തോന്നി അത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നീട് അതൊരു കൊലപാതകത്തിലേക്ക് എത്തിച്ചേരും. സെക്ഷൽ ജലസി എന്ന് പറയുന്ന കൊലപാതകത്തിൽ എത്തിച്ചേരും. അത് ഉറപ്പുള്ള കാര്യമാണ്. അത് ഞാൻ പറയുന്നതല്ല, ഇത് വിദഗ്ധർ പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ള, പല പുസ്തകങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് സെക്ഷൽ ജലസിയാണ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് ഇനി കിട്ടാതാകുന്നു. ഇനി താൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതിനൊരു വിലക്ക് വരുന്നു. മാത്രമല്ല ഈ സ്ത്രീ ഭർത്താവുമായി കിടക്ക പങ്കിടുന്നു എന്നൊക്കെയുള്ള സംശയം ഇവൻ്റെ ഉള്ളിൽ വന്നു. അങ്ങനെയെങ്കിൽ അവൾ ഇനി ഭർത്താവിനൊപ്പം ജീവിക്കേണ്ട. ഇത്രയും കാലം എൻ്റെ കൂടെ കഴിഞ്ഞവൾ ഭർത്താവിനെ ഉടനെ പെട്ടെന്നൊരു സ്നേഹം ഭർത്താവിനോട് തോന്നി, അതിനി സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത വന്നു. അങ്ങനെയാണ് ഈ കൊലപാതകം സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെയുള്ള ഈ കാമുകിയെ ആക്രമിച്ചു, കാമുകിയെ കുത്തിക്കൊന്നു, വെട്ടിക്കൊന്നു, വെടിവെച്ചു കൊന്നു എന്നൊക്കെയുള്ള കഥകളെടുത്താലും ഇതിലൊക്കെ സംഭവിക്കുന്ന ഒരു സാധനം ഈ പറയുന്ന സെക്ഷൽ ജലസിയാണ്. പെട്ടെന്നൊരു ദിവസം തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനത്തിന് ബ്രേക്ക് വന്നു. അതോടുകൂടി ഉണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള ചിന്ത, ഇതാണ് ഇതിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവനെ ഇനിയിപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തണം. ഒരുപക്ഷേ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം, ഇവൻ്റെ ആരോഗ്യനില മെച്ചപ്പെടുകയാണെങ്കിൽ ചികിത്സ തിരുവനന്തപുരത്തേക്ക് മാറ്റും. എന്തായാലും ഇവനെ ജീവനോടെ കിട്ടണം എന്നുള്ളത് പോലീസിന് നിർബന്ധമാണ്. അങ്ങനെ മരണത്തിന് വിട്ടുകൊടുത്ത് ഇവൻ അങ്ങനെ പോകണ്ട എന്നുള്ളതാണ് പോലീസിന് ഇക്കാര്യത്തിലുള്ള ഒരു നിലപാട്. കാരണം ഇവനെ കൊണ്ടുവന്ന് ഇവൻ്റെ തെളിവെടുപ്പ് നടത്തി ഇവൻ സമൂഹത്തിനൊരു സന്ദേശമായി മാറണമെന്നാണ് പോലീസിൻ്റെ നിലപാട്. സമൂഹത്തിലുള്ള ഇനി ഇത്തരത്തിൽ അറിയാത്ത ഒരാളെ, സോഷ്യൽ മീഡിയയിൽ കണ്ട് പരിചയമുള്ള ഒരാളെ അയാൾ എന്താണെന്ന് പോലും അറിയാതെ അടുക്കാൻ ശ്രമിക്കുന്ന ഭർത്തൃമതികളായിട്ടുള്ള സ്ത്രീകൾ, യുവതികൾ എന്ന് പറയുന്നില്ല, ഭർത്തൃമതികളായിട്ടുള്ള ഭർത്താവും കുഞ്ഞുമൊക്കെയുള്ള സ്ത്രീകൾക്ക് ഇതൊരു ഉത്തമ ഉദാഹരണമായിരിക്കണം. കുടുംബിനികൾക്ക്, അതാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. കുടുംബിനികൾക്ക് ഒരു സന്ദേശം നൽകണമെന്നുള്ളൊരു ഉദ്ദേശം പോലീസിന് ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ട് ഇവനെ ജീവനോടെ വേണം എന്നുള്ള വാശിയിലാണ് പോലീസ് ഉള്ളത്. ഇവനെ കൊണ്ടു നടക്കുക, ഇവനെ തെളിവെടുപ്പ് നടത്തുക, ഇവൻ്റെ കഥകൾ ഓരോന്നായി പുറത്തുവിടുക, മാധ്യമങ്ങളിലൂടെ അത് ജനങ്ങളെ അറിയിക്കുക. ഈ യുവതികളെയല്ല, വിവാഹം കഴിയാത്തവർ ഒരു ജീവിതം തിരഞ്ഞെടുക്കുന്നത് ഇപ്പം ഇവിടെ ഡേറ്റിംഗ് ആപ്പിൽ കൂടെ തന്നെ കല്യാണം നടക്കുന്നുണ്ട്. ഡേറ്റിംഗ് ആപ്പുകൾ വഴി പരിചയപ്പെട്ട് വിവാഹം കഴിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ളവരെ അല്ല, ഭർത്താവും കുട്ടിയും ഒക്കെയായിട്ട് നല്ല കുടുംബമായി ജീവിക്കുന്നവർ ഇത്തരത്തിൽ പരിചയമില്ലാത്ത ആൾക്കാരെ പരിചയപ്പെടുകയും സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുകയും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോകൾ അയക്കുകയും ഒടുവിൽ കുടുംബം തകർക്കുകയും കൊലപാതകത്തിലെത്തുകയും ചെയ്യുന്ന അവസ്ഥ നിരന്തരം അതിൻ്റെ എണ്ണം നിരന്തരം വർദ്ധിക്കുന്നു, അതിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു. അതുകൊണ്ട് പോലീസിന് ഇതൊരു സന്ദേശമാക്കി മാറ്റണമെന്നുള്ള ഒരു ഉദ്ദേശം പോലീസിന് ഇക്കാര്യത്തിൽ ഉണ്ട്. അതുകൊണ്ട് ഒരു വാശിയോടുകൂടിയാണ് പോലീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കഠിനംകുളം CIയും സംഘവും ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജിൽ തുടരുകയാണ്. അവരൊരു തീരുമാനമെടുത്തവനെ തിരുവനന്തപുരത്തേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തും. അതിനുശേഷം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്താൽ ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇവൻ്റെ തെളിവെടുപ്പ് നടത്തും. പിന്നെ അതുപോലെ തന്നെ ഇവൻ താമസിച്ച സ്ഥലങ്ങൾ, എവിടെയൊക്കെ താമസിച്ചു എന്നുള്ളതിൻ്റെ തെളിവെടുപ്പ്, പിന്നെ ചിറയൻകീഴ്
പോലീസ് സ്റ്റേഷനിലുള്ള ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലുള്ള തെളിവെടുപ്പ്, ആ വണ്ടിയുടെ ഹാൻഡിലിൽ നിന്ന് കുറച്ച് ഫിംഗർ പ്രിൻറ്റ് ഇവൻ്റെ കിട്ടിയിട്ടുണ്ട്. അതും ഇതുമായിട്ട് മാച്ച് ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിൻ്റെ തെളിവ് പോസ്റ്റ്മോർട്ടത്തിലുണ്ട്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഇവനുമായിട്ട് മാച്ച് ചെയ്യണം. രാസപരിശോധനാ ഫലത്തിൽ ഇവനുമായി അത് മാച്ച് ചെയ്യണം. അതൊക്കെ വലിയ തെളിവുകളാണ്. അപ്പോൾ ഇവനെ അടപടലം പൂട്ടുക, അതുവഴി ഒരു പൊതുസമൂഹം ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക, അതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് പിന്നെയും കാണാം.